ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി യമനി റൈസ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വെറും 2 ടേബിൾ സ്പൂൺ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അറബി റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ യമനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മന്തി റൈസ് ആണ് വേണ്ടത്. മന്തി റൈസ് അറിയത്തില്ലേ, ഈ യെല്ലോ കളർ റൈസ് ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിന് കുറച്ച് വേവൊക്കെ കൂടുതലാണ്. ഞാൻ ഇങ്ങനത്തെ 2 കപ്പ് റൈസ് ആണ് എടുക്കുന്നത്. അപ്പം ഞാനിനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. റൈസൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് ഒരു വലിയ പീസ് കറുവപ്പട്ട, 3 ഏലക്ക, 3-4 ഗ്രാമ്പു, 2 ബേ ലീഫ് എന്നിവ എടുത്തിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ചോറ് തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർക്കണം. അത് വെളിച്ചെണ്ണ ചേർക്കരുത്, സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും കുറച്ച് ഓയിലും കൂടി ചേർക്കണം. ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കാം. ഇതിന് ഒരു 10-45 മിനിറ്റ് നേരത്തെ വേവുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഉപ്പൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി. ഇനി നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ച് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിലാക്കിയിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ ഇങ്ങ് വന്നാൽ മതി. 45 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളം കൂടുതൽ വെക്കണം. എത്ര കൂടുതൽ വെള്ളം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ചോറ് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം നമുക്ക് വറ്റി അങ്ങനെയല്ല പാകമാവേണ്ടത്. അതുകൊണ്ട് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലാക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ചോറ് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് കുറച്ച് പൊട്ടറ്റോ ആവശ്യമാണ്. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിലാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പം വലുതേ ഉള്ളെങ്കിൽ അതിനെ ഒരു അത്യാവശ്യം കുറച്ച് മീഡിയം സൈസ് പീസസ് ആക്കിയിട്ട് എടുക്കുക. അപ്പം ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി, തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ആവശ്യമാണ്. ഞാൻ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അരച്ചെടുക്കാനാണ്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേക ഒരു ഷേപ്പിലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സിയിൽ അരച്ചെടുക്കാൻ പാകത്തിന് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. ഈ സമയത്ത് ഞാൻ നമ്മുടെ റൈസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കി. വെള്ളമൊക്കെ നന്നായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനി ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് പൊടിയൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഞാനിത് വെന്തോന്ന് നോക്കിയപ്പം ഒട്ടും വേവായിട്ടില്ല. നല്ല വേവുള്ള റൈസാണിത്. അപ്പം ഞാനിത് വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് അതവിടെ ഇരുന്ന് വേവട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വളരെ കുറച്ച് ഒരു 200-ൽ താഴെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു. പെട്ടെന്ന് എല്ലാവരും കുറേ പേരങ്ങ് സബ്സ്ക്രൈബ് ചെയ്തു, നല്ല നല്ല കമൻസ് ഇട്ടു, ലൈക്ക് ചെയ്തു. അത് എൻ്റെ ചാനൽ പെട്ടെന്നൊന്ന് ഗ്രോ ആവാൻ വേണ്ടിയിട്ട് അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളൊരു 1K അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും കുറേ പേർക്ക് നല്ല കുറേ കമൻസൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഇനിയും മുന്നോട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അതും എനിക്ക് ഭയങ്കര
ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ എത്താൻ അത് എന്നെ സഹായിക്കും. എൻ്റെ ചാനൽ അങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഗ്രോ ആവാനോ ഒന്ന് മോണിറ്റൈസ് ആവാനൊക്കെ അത് എന്നെ സഹായിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു കൈപ്പിടി നിറയെ മല്ലിയും ഒരു കൈപ്പിടി നിറയെ കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ജീരകം 1 സ്പൂണ്, ഒരു 2 പീസ് കറുവപ്പട്ട, ഇത്രയുമാണ് മസാലയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത മസാലയും നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന തക്കാളിയുമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർക്കേണ്ടത്. അതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഒരു ഒനിയൻ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു ബൾബ് വെളുത്തുള്ളിയാണ് ചേർത്തത്. അതും ചെറിയ പീസസ് ആക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് മസാലയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ഈ പിങ്ക് കളറ് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. അതുവരെ ഒരു 3-4 മിനിറ്റ് സമയം നിങ്ങളിതിങ്ങനെ ഇളക്കണം. ഞാനിതിൽ കുറച്ച് സമയമേ കാണിക്കുന്നുള്ളൂ. ഒത്തിരി സമയം കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നു. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി നമുക്കിതിൻ്റെ ആ കളറ് മാറുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന മസാലയിൽ പകുതി ചേർത്തു. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ 2 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ധാരാളമാണ്. നമ്മുടെ ഇന്ത്യക്ക് പുറത്തോട്ടുള്ള കുക്കിങ്ങിലൊക്കെ ഓയിലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അല്ലേ. എമിനീസിൻ്റെ ഫുഡിലും അങ്ങനെ തന്നെയാണ്. ഓയിൽ വളരെ കുറച്ചാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് അവരുടെ ഫുഡിനൊക്കെ. ഇനി ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ 3 ടൊമാറ്റോയും കൂടി ഞാൻ ചേർത്തു. ഇനി ആ ടൊമാറ്റോയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി നമ്മളിപ്പോൾ ചേർത്ത ആ തക്കാളി ഈ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചെന്ന് മനസ്സിലാവുന്നത് വരെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റോളം നേരം നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലായിരുന്നു നമ്മൾ പൊട്ടറ്റോ ഇട്ട് വെച്ചിരുന്നത്. അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ കളറ് മാറും. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പം പൊട്ടറ്റോയുടെ കളറ് മാറാതെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ പൊട്ടറ്റോയും കൂടി എടുത്തിട്ട് നമ്മൾ ഈ ചിക്കനിലോട്ട് ഇട്ടു. ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ച് ഒരു വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. കറക്റ്റ് ഒരു വിസിലാവുമ്പോൾ ഓഫാക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ റൈസിൻ്റെ പാകം നോക്കാം. ഏകദേശം ഒരു 80% വെന്ത് കിട്ടിയാൽ മതി നമുക്കിപ്പോൾ. ബാക്കി വേവ് നമ്മൾ ഈ ചിക്കൻ്റെ കൂട്ടത്തിലിട്ട് റൈസ് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം. ആ സമയത്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പം റൈസ് വെന്തിട്ടുണ്ട്. അതുപോലെ കുക്കർ ഒരു തവണ വിസിലടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ രണ്ടിൻ്റേതും ഓഫാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സൈഡ് ഡിഷ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 ടൊമാറ്റോയും 3 പച്ചമുളകും ഒരു 3-4 പീസ് ഗാർലിക്കും ഒരു കൈപ്പിടി നിറയെ പുതിനയിലയും കുറച്ച് ഉപ്പുമാണ് ചേർത്തത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അറബികൾ അവരുടെ ഒരു വകപ്പെട്ട എല്ലാ റൈസിൻ്റെ കൂട്ടത്തിലും സൈഡ് ഡിഷായിട്ട് ഈവൻ അവരുടെ ചപ്പാത്തി പോലുള്ള ഫുഡിൻ്റെ കൂട്ടത്തിലും അവർ കൂട്ടി കഴിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പം ഞാനിത് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചട്നി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്കിനി നമ്മുടെ റൈസിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാം.
ഈ സമയത്ത് നമ്മുടെ കുക്കറിലെ എയറൊക്കെ പോയിട്ടുണ്ട്. എയറൊക്കെ പോയി കുക്കർ തുറന്ന് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ റെസിപ്പിയൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ യമനി ഫ്രണ്ട് തഗ്വ എന്ന് പറയുന്ന എൻ്റെ ഓൺ സിസ്റ്റർ പോലെയുള്ള ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ താങ്ക് യു തഗ്വ ഫോർ ദിസ് വണ്ടർഫുൾ റെസിപ്പി. ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടി ഗ്യാസ് ഓണാക്കി അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ്, അതിപ്പോഴും അതിൻ്റെ അടിഭാഗത്തൊക്കെ വെള്ളമുണ്ട്. ഞാൻ ആ റൈസ് കോരി നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കന് മുകളിലേക്ക് ഇടുകയാണ്. അങ്ങനെ ആ ചോറ് മുഴുവൻ ഞാൻ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ചിക്കൻ്റെ റെസിപ്പിയുടെ മുകളിലേക്കിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ 80% അല്ലേ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുന്നു. അപ്പോൾ 90% ആകുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കുക്കർ അടയ്ക്കുമ്പോൾ വിസിൽ ഇടണ്ട കേട്ടോ. അതിൻ്റെ വെയിറ്റ് ഇല്ലാതെയാണ് നിങ്ങളിത് അടച്ചു വെക്കേണ്ടത്. വെയിറ്റ് ഇല്ലാതെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചു. അതിനുശേഷം ഞാൻ ആ ലിഡ് തുറന്നു. ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഞാനിത് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഫുഡ് കളർ ചേർക്കണം എന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് അത് ഞാൻ ഈ റൈസിന് മുകളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് റൈസ് വൈറ്റ് ആയിട്ടും ഇപ്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ യെല്ലോ ആയിട്ടും, അതല്ല ഇങ്ങനെ ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് റൈസ് വൈറ്റ്, കുറച്ച് റൈസ് ഓറഞ്ച്, അങ്ങനെ കിടക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓണാണ്. ഈ ചിക്കൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ഇത് സാധാരണ ഒരു ലിഡ് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് കൂടി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സ്മോക്കി സ്മെല്ലും സ്മോക്കി ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചാർക്കോളിൻ്റെ പീസ് കത്തിച്ചെടുക്കുകയാണ്. ഈ ചാർക്കോളിൻ്റെ പീസും ഇത് കത്തിക്കാനുള്ള ഈ ഒരു സാധനവും ഒക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അതൊക്കെ ഞാനിപ്പം ഒത്തിരി നന്ദിയോടെ ഇങ്ങനെ ഓർക്കുന്നു. അത് തന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നോ ഈ യൂട്യൂബിൽ ഇതൊന്നും കാണിക്കുമെന്നോ അന്ന് ഞാനിതൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എനിവേ താങ്ക് യു തഗ്വ ആൻഡ് മാമ മോന. അങ്ങനെ ഞാൻ വീണ്ടും കുക്കർ അടച്ചു വെച്ച് അതിൻ്റെ ആ സ്മോക്കി സ്മെല്ല് റൈസിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ചു. ഇത് ഞാനൊരു ഒനിയൻ്റെ പീസിൽ ആ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ആ സ്മോക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ റൈസിനെ നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. എൻ്റെ അത്ര ശരിയായില്ല, കുറച്ച് പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് റൈസ് ഓറഞ്ച് കളറും കുറച്ച് റൈസ് യെല്ലോ കളറുമാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഗസ്റ്റൊക്കെ വന്നാൽ അവരുടെ മുമ്പിൽ നമുക്ക് സ്റ്റാർ ആവാം ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ആ പൊട്ടറ്റോസിനും നല്ല ടേസ്റ്റാണ്. അത് പൊട്ടറ്റോ കൂടുതൽ വെന്ത് പോകത്തൊന്നുമില്ല. പൊട്ടറ്റോയും നല്ല പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ യമനി റൈസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ സാലഡും നമ്മുടെ ടൊമാറ്റോയും പുതിനയൊക്കെയുള്ള ആ ഒരു ചട്നിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ഈ ഒരു സൈഡ് ഡിഷും കൂടി അടിപൊളി കോംബോയാണ്. ഈ സൈഡ് ഡിഷിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് നമുക്ക് 4 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. ഇതുപോലെ ബിരിയാണി, കുഴിമന്തി, ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അടിപൊളി ഒരു കോംബോയാണ്. ഒരു കംപ്ലീറ്റ് മീലായി. നമ്മളിതിൽ ഓയിലൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. വെറും 2 ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ ഈ ഫുൾ ഫുഡ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.